and welcome back to yet another home tour of Marble Gallery. ഇന്ന് നമ്മൾ വന്നേക്കണേ അബ്ദുൽ ഹസീസ് സാറിന്റെ വീട്ടിലാണ്. അപ്പോൾ സാറിനെയും കുടുംബത്തിനെയും പരിചയപ്പെടാൻ നമുക്ക് അകത്തോട്ട് ചെല്ലാം. കം. ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടി സന്തോഷമുണ്ട്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ അതേ ഒരു മേഖലയിൽ ബിസിനസ് ഉള്ള ഒരു കസ്റ്റമറുടെ വീട്ടിലാണ്. മിസ്റ്റർ അബ്ദുൽ ഹസീസ് സർ. എൻ്റെ പേര് അബ്ദുൽ അസീസ്, ഇതെൻ്റെ വൈഫ് ഫഹിയ. ഞങ്ങൾക്ക് 4 ആൺകുട്ടികളാണ്. ഞാൻ ലാസ്റ്റ് 22 ഇയേഴ്സായിട്ട് ദുബായിലാണ് ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്നാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇവിടെ ഒരു വീട് വേണ്ടിയിരുന്നു. അപ്പം ഇപ്പോഴാണ് അതൊക്കെ ഒന്ന് ഫൈനലായത്. ഞാൻ കൂടുതലായിട്ടും ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഹോട്ടൽസിലൊക്കെ താമസിക്കുന്ന സമയത്ത് അവിടെയുള്ള റൂംസും ആ ഒരു ഡിസൈൻസൊക്കെ ഞാൻ വല്ലാതെ ക്യാച്ച് ചെയ്തിരുന്നു. പിന്നെ നമ്മളെ ഫീൽഡും തന്നെയാണ് ബിൽഡിംഗ് മെറ്റീരിയൽസാണ്. അതുകൊണ്ട് തന്നെ പല സൈറ്റുകളും ദുബായിലുള്ള പല സൈറ്റുകളായാലും ഹോട്ടൽസ് ആയാലും ചെയ്യുന്ന ഡിസൈനും കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ വന്നു, ആർക്കിടെക്റ്റായിട്ട് ഇരുന്നു, അങ്ങനെ സംസാരിച്ച് എൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു. അവരെൻ്റെ അടുത്ത് കുറേ സജഷൻസ് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് ഒരു 1 wall സെപ്പറേഷൻ ആക്കി തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വാളിൻ്റെ സെപ്പറേഷനെ പാടുള്ളൂ മൊത്തത്തിൽ എന്ന് പറഞ്ഞു. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഡിസൈൻ അതാണ് എൻ്റെ ശരിക്കുള്ള. ഈ ഒരു ലിവിങ്ങിലുള്ള ഈ വാള് എടുത്തു കഴിഞ്ഞാൽ മൊത്തം ഓപ്പണാണ്. ഒറ്റ ഹാളിൽ നിന്നാണ് എല്ലായിടത്തേക്കുള്ള വഴികൾ. എനിക്ക് സെൻട്രൽ ഹാളിൽ നിന്ന്, അതായത് ഡൈനിങ്ങിൽ വിളിച്ചു കഴിഞ്ഞാൽ എവിടേക്ക് നോക്കിയാലും ആക്സസ് ഉണ്ടാകും. അതായത് ജസ്റ്റ് കാണാൻ പറ്റണം. അതൊരു കൺസേൺ ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞത് ഈ സ്റ്റെയർ കേസ് ഞാൻ അവിടെ എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ്. അത് കുറേ പ്രൊജക്റ്റിൽ എനിക്ക് അത് ഹൈറ്റ് കൂടുതലാണെന്നുള്ളൊരു വിഷയം. മാക്സിമം ഇപ്പം ദുബായിലൊക്കെ തന്നെ ആണെങ്കിൽ മാക്സിമം 14 സെൻറ്റി to 15 സെൻറ്റി ഹൈറ്റ് സ്റ്റെപ്പിന്ന് വേറെ സ്റ്റെപ്പിലേക്കുള്ള പാടുള്ളൂ. അതാകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യില്ല. ഇവിടെ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് 18 17 ഒക്കെ വരുന്നുണ്ട്. ആ ചെറിയ 2 സെന്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് അത് ഫീൽ ചെയ്യും. അപ്പൊ അത് ഞാൻ ഇവിടെ പ്രത്യേകം ശ്രദ്ധിച്ചു. അത് പറഞ്ഞ സമയത്ത് ഈ ഹൈറ്റിലേക്ക് ഇത്രയും സ്റ്റെപ്പ്, കുറേ സ്റ്റെപ്പ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഒരു മിഡ് ലാൻഡിങ് കൊടുക്കുക എന്നുള്ളൊരു തോട്ട് വന്നു. അപ്പോൾ മിഡ് ലാൻഡിങ് കൊടുത്തു. അപ്പോൾ മിഡ് ലാൻഡിങ് പിന്നെ ഞാൻ പറഞ്ഞ അതൊരു റീക്രിയേഷൻ സെന്റർ പോലെ അങ്ങനെ ഉള്ളൊരു എന്റർടൈൻമെന്റ് ഏരിയ, ബെഡ്റൂം അങ്ങനെ ചെയ്യണമെന്നായിരുന്നു ഞാൻ പറഞ്ഞു. അപ്പൊ അതൊക്കെ അതേപോലെ തന്നെ ആയി വന്നു ഏകദേശം. സാർ നേരത്തെ പറഞ്ഞു സാറിന്റെ ഡിസൈൻസും തോട്ട്സും ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന്. അതേപോലെ തന്നെ ഇതിന്റെ കളേഴ്സ് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ കുറെ ഗ്രേസ് ആണ് അല്ലെ, കുറെ പാലറ്റ്സ്, കളർ പാലറ്റ്സ്, വൈറ്റ്, ഗ്രേ. എനിക്കൊരു 60% ഓഫ് ഷെയ്ഡ്സ് ഇവിടെ ഗ്രേ ആണ്. ഇതിന്റെ ഒരു കളർ പാലറ്റ്സിലോട്ട് നിങ്ങൾ എങ്ങനെ ഡിസൈഡ് ആയി? കളർ ടോൺസ് നമുക്ക് കൂടുതലായിട്ടുള്ളൊരു ഡാർക്ക് കളേഴ്സ് അല്ലെങ്കിൽ ബ്രൈറ്റ് കളേഴ്സ് അത്ര താല്പര്യമില്ല. വൈഫിനും അല്ലാതെ ഇഷ്ടമല്ല അങ്ങനെ സട്ടിൽ കളേഴ്സ് ആയിരുന്നു. അതെ. അപ്പോൾ നമ്മൾ അവിടെ ചെയ്ത ഇന്റീരിയർ ആണെങ്കിലും ആ ഒരു ഇതേക്ക് ഏകദേശം ഇതേപോലെയൊക്കെ ഒരു തീം തന്നെ, ഒരു ഇംഗ്ലീഷ് കളർ, ഒരു ക്ലാസി. ഈ ഒരു ഏരിയയുടെ പ്രത്യേകത നിങ്ങൾ കണ്ടോ? അവിടെയാണ് നമ്മുടെ ആർക്കിടെക്ട് അമീർ ആൻഡ് ജോബിൻ്റെ ഒരു ആർക്കിടെക്ചറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. ബിക്കോസ് യൂഷ്വലി ടെറസ് അല്ലെങ്കിൽ മിക്ക വീട്ടുകളും ഞാൻ കണ്ടേക്കുന്ന ഒരു 2nd ഫ്ലോറിലൊക്കെ ആയിരിക്കും. ഇത് 1st ഫ്ലോറിൽ തന്നെ ഒരു ചെറിയൊരു പാർട്ടി ഏരിയ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ഗാർഡൻ കാര്യങ്ങളൊക്കെ, കുറേ കൂടി റിലാക്സ്ഡ് ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ്. സോ കംപ്ലീറ്റ് ക്രെഡിറ്റ് ഗോസ് ടു ആർക്കിടെക്ട് അമീർ ആൻഡ് ജോബിൻ. ഓക്കെ, സോ മാം ഡെഫിനറ്റ്ലി സാർ കുറേ ഐഡിയാസ് ഉണ്ടായിരുന്നു, പിന്നെ ആർക്കിടെക്ട് കുറേ ഐഡിയാസ് തന്നു. അതൊക്കെ ഇരിക്കട്ടെ, മാമിന് ഒരു യൂണിക് ടച്ച് എവിടെയെങ്കിലും ഒക്കെ ഉണ്ടായി കാണും. അതെന്തായിരുന്നു? ഞാൻ വളരെ കുറച്ച് എൻ്റെതായ പേഴ്സണൽ ഇഷ്ടം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ കിച്ചൺ
കിച്ചൺ ഞാൻ പറഞ്ഞത് എനിക്ക് കുറച്ച് സ്പേഷ്യസ് ആവണം, നല്ലൊരു വെളിച്ചം, ഐ മീൻ ലൈറ്റ് വേണം. പിന്നെ കിച്ചണിന്റെ ഷെയ്ഡ് അത് ഡാർക്ക് ആവരുത് എന്ന് പറഞ്ഞിരിക്കണം. ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് ഞാൻ ഉദ്ദേശിച്ചത്. മാഷാ അല്ലാ അതുപോലെ തന്നെ എനിക്ക് കിട്ടി. അതേപോലെ മാം, ഞാൻ ഒരു യുണീക്ക് ഏരിയ ഞാൻ ഇവിടെ കണ്ടു. അപ്പൊ അത് മാമിന്റെ ഐഡിയ ആണോ തോട്ടാന്ന് പറഞ്ഞു. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ആഗ്രഹം പറഞ്ഞത് എനിക്ക് മുകളിൽ ഗാർഡൻ വേണം എന്നാ. ഓൾമോസ്റ്റ് എല്ലാവർക്കും താഴെ ആണല്ലോ ഗാർഡൻ എല്ലാം സെറ്റ് ചെയ്യാം. അപ്പൊ മുകളിൽ ഒരു ബാൽക്കണി വെച്ച് അവിടെ നമുക്ക് നല്ല റെയിനി സീസൺ ഒക്കെ ആകുമ്പോൾ നല്ല ചായ ഒക്കെ കുടിച്ച് എൻജോയ് ചെയ്തിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു ഏരിയ വേണം എന്ന് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞിരുന്നു. പിന്നെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെച്ച് ഒന്ന് ഗാർഡൻ ഒക്കെ ചെയ്ത് അങ്ങനത്തെ ചെറിയ ചെറിയ ആ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞു. അതൊരു പെർഫെക്ഷൻ ആയിട്ട് നമ്മുടെ ആർക്കിടെക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ. ഈവൻ എനിക്കും നല്ലൊരു യുണീക്ക് ആണ്. ഓക്കെ, സോ നമുക്ക് ഫൈനലി ഈ ഒരു ബ്യൂട്ടിഫുൾ ഹോം ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ദ മെൻ ബിഹൈൻഡ് ദ ഷോ കാണണ്ടേ? ദ ഡിസൈനർ, ദി ആർക്കിടെക്ട് ഓഫ് ദിസ് meet Mr. Amir and Mr. Jobin, the architecture. ഇത് നമ്മുടെ സെക്കൻഡ് ടൈം ആണ് അല്ലേ? ആക്ച്വലി അല്ല, സെക്കൻഡ് ടൈം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറേ പ്രോജക്ട്സ് ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഹോം ടൂർ, ഇത് സെക്കൻഡ് ടൈമാണ്. ഫസ്റ്റ് ഹോം ടൂർ കാസർഗോഡ് ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഹോം. ഒരു ഡിഫറെൻറ്റ് ആർക്കിടെക്ചർ സ്റ്റൈലായിരുന്നു, ഒരു കൊളോണിയൽ അല്ലേ സ്റ്റൈൽ. ഇതൊരു കണ്ടംപററി. അപ്പോൾ ഒന്ന് പറയോ, ഇത് നിങ്ങളുടെ ഒരു ഡിസൈനും കാര്യങ്ങളും എന്നോട് ഓൾറെഡി കസ്റ്റമർ സംസാരിച്ചു, അവരുടെ തോട്ട്സും ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് മനസ്സിലായ ഒരു തോട്ട്, ഇവർ പീപ്പിൾ ആർക്കിടെക്ചറാണ്, അല്ലാതെ നിങ്ങളൊരു ഡിസൈൻ അങ്ങോട്ട് കൊടുത്ത് ഉള്ള രീതിയിലല്ല. നിങ്ങൾ കുറേയും കൂടി കസ്റ്റമർ ക്ലയന്റിന്റെ താല്പര്യം നോക്കിയിട്ട് എന്താണോ ക്ലയന്റിന്റെ ഇഷ്ടങ്ങൾ അതിലേക്ക് നമ്മൾ എത്തിയിട്ട് അതിനെ ഡിസൈൻ ചെയ്ത് അവർക്ക് ഔട്ട്പുട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ. അത് വളരെ എന്താണ് യുണീക്ക് ആണല്ലോ. എന്ന് വെച്ചുകൊണ്ട് മോസ്റ്റ്ലി മിക്കവാറും ഒരു 80% അവരുടെ ചേഞ്ചസ് വളരെ കുറവ്. പക്ഷേ ഇത് നിങ്ങൾ ടോട്ടലി അവരുടെ തോട്ട്സ് ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ട്. പിന്നെ എന്തായിരുന്നു നിങ്ങൾ ഫേസ് ചെയ്ത ചലഞ്ചസ്, അല്ലെങ്കിൽ എന്തായിരുന്നു ഈ ഒരു വീടിൻ്റെ ഒരു യുണീക്നെസ്, അല്ലെങ്കിൽ എന്താ പറയുക ഒരു ആർക്കിടെക്ചറൽ ഫീച്ചർ എന്തായിരുന്നു? ഇവിടെ നമ്മൾ കംപ്ലീറ്റ് കൊണ്ടുവന്നിട്ടുള്ള തീം എന്ന് പറയുന്നത് സിമ്പിൾ തീമാണ്. നമ്മൾ ഫസ്റ്റ് ഹോം ടൂറിൽ കാണിച്ചിട്ടുള്ളത് അത് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആണ്. അതിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ സിമ്പിളി ആൻഡ് എലഗന്റ് അതായിരുന്നു കോൺസെപ്റ്റ്. അതെ, ആ രൂപത്തിലേക്ക് നമ്മൾ ഇതിനെ ഔട്ട്പുട്ട് കൊണ്ടുവരിക എന്നുള്ളത്. ഓക്കെ, സോ ഈ ഒരു കംപ്ലീറ്റ് യുണീക്നെസ് ആണ് ഒരു ഡിസൈന്. ഇപ്പൊ 4 സൈഡിൽ നിന്നും കസ്റ്റമർ തന്നെ പറഞ്ഞു കാണാം, നമുക്ക് റീച്ചബിലിറ്റി. ഈ ഡിസൈനെ പറ്റി ഒന്ന് പറയാം. ഇത് നമ്മളൊരു വോയിഡ് കോൺസെപ്റ്റ് അവിടെ നമുക്ക് ഏത് ഭാഗത്ത് നിന്നും എല്ലാ ഭാഗവും കാണാൻ പറ്റുന്ന രൂപത്തിൽ അതേ ഭാഗത്തിനായിട്ടാണ് നമ്മൾ സ്റ്റെയർകേസും ഡിസൈൻ ചെയ്തത്. അത് വളരെ സിമ്പിളി ആയിട്ട് ഏതൊരാളുകൾക്കും കയറി പോകാൻ പറ്റുന്ന രൂപത്തിലും അതിന്റെ ഡിസൈനും വളരെ എൽഡർലി ഫ്രണ്ട്ലി അല്ലേ, ഏതൊരു പ്രായത്തിലും കംഫർട്ടബിളി കയറാൻ പറ്റിയ ഒരു ഡിസൈൻ കോൺസെപ്റ്റിലോട്ടാണ് നിങ്ങൾ കൊണ്ടുവന്നത്. അതെ, സാറ് മിക്കവാറും ട്രാവലിംഗ് ഒക്കെയാണ്. അപ്പോൾ സാറ് ആക്ച്വലി ഈ വീടിന്റെ പണിയൊക്കെ എന്താ ചെയ്ത ആ സമയത്ത്? ആ വീടിന്റെ അതാ മെയിൻ ആള്, നിങ്ങൾ പരിചയപ്പെടേണ്ട ആളെന്നാണ്. ഓക്കെ സർ, ഞാൻ രൂപ നോബൽ ഗാലറി. അപ്പോൾ സാർ പറയായിരുന്നു. അതെ അതെ, എന്റെ ബ്രദറാണ് ജംഷിദ്. മൂപ്പര് ദുബായിൽ തന്നെ സെറ്റിൽഡ്. കുറച്ച് എന്റെ ലാസ്റ്റ് ഇയർ 1 ഇയർ ഈ വീട് ഒന്ന് തീർക്കണം ഉദ്ദേശിച്ചിട്ട് തന്നെ ഇങ്ങോട്ട് കയറി വന്ന ആളാണ്. സാറാണ് കംപ്ലീറ്റ്ലി നോക്കിയത് അല്ലേ? അപ്പൊ എനിക്ക് നിങ്ങൾക്ക് സപ്പോർട്ട് അസീസ്ഖാനെ കിട്ടിയേ കാണൂല. അസീസ്ഖാൻ ട്രാവലിംഗ് ബിസിയാണ്. പിന്നെ അസീസ്ഖാന്റെ ആബ്സൻസിൽ ജംഷിക്കാണ് അസീസ്ഖാന്റെ റോൾ എടുത്ത് ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്. ഓക്കെ, അപ്പൊ ജംഷിക്കാണ് കംപ്ലീറ്റ് ക്രെഡിറ്റ് കേട്ടോ ഈ വീട് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ എങ്ങനെയാണ് പരിചയപ്പെട്ടത്? ഈ ഒരു ഡിസൈനും കാര്യങ്ങളിലോട്ട് ആ ഒരു ജേർണി ഒന്ന് ഷെയർ ചെയ്യോ? അമറിനെ പറ്റിയിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ജോബിനെ പറ്റി. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പോൾ ആളെ വീട് ചെയ്തത് ഞാൻ പോയി കണ്ടിരുന്നു. അതിൽ കുറേ ഡിസൈൻസ് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. സ്റ്റെയർ കേസ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ആളോട് പറഞ്ഞതാണ്, നീ ഒന്ന് ആളെ പരിചയപ്പെടുത്തിക്കൊണ്ട്. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇവിടെ വന്ന സമയത്ത് അവന് അമറിനെയും ജോബിനെയും കൂട്ടി. അങ്ങനെയാണ് ഇവരുടെ പരിചയപ്പെട്ടത്. ഇതിന്റെ ഒരു കംഫർട്ട് ഉണ്ടല്ലോ, ഒരു ഫീലിംഗ്, ഒരു കംഫർട്ട് ഉണ്ടല്ലോ, വർക്കിംഗ് സ്പേസ് ഒക്കെ, അതെങ്ങനെയുണ്ടായിരുന്നു? അല്ല, നമുക്ക് വർക്ക് ചെയ്യാനും വളരെ കംഫർട്ടായിരുന്നു.
അങ്ങനെ ഒരു ആർക്കിടെക്ട് ഒരു ക്ലയന്റ് എന്നുള്ള ബന്ധത്തിലപ്പുറം നല്ലൊരു ഫ്രണ്ട്സ് ആയിരുന്നു. ഓക്കെ. അപ്പോൾ ആ ലെവലിൽ തന്നെ നമുക്ക് പിന്നെ നമുക്ക് വർക്ക് ചെയ്യാനും അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാനൊക്കെ വളരെ ഈസി ആയിരുന്നു. ഓരോ ഡിസൈൻസിലായാലും എല്ലാത്ത കാര്യങ്ങളിലായാലും വളരെ വളരെ ഈസി. അപ്പൊ സാറിന് എങ്ങനെയായിരുന്നു? അവര് പറഞ്ഞു അവരുടെ ഒരു കംഫർട്ട്, സാറിന്റെ ഒരു കംഫർട്ട് പറയൂ. എനിക്ക് ഇവരായിട്ട് ഡിസൈൻ സ്റ്റേജിൽ തന്നെ കുറെ കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറയുന്നതെല്ലാം അവർ അക്സെപ്റ്റ് ചെയ്തു. ഫസ്റ്റ് തിങ് അപ്പം തന്നെ ഞാൻ ഇൻട്രസ്റ്റഡ് ആയി കുറെ കാര്യങ്ങൾ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഐഡിയാസും അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു കംഫർട്ട് ലെവൽ വന്നു, അഡാപ്റ്റബിലിറ്റി ഉണ്ടായിരുന്നു അല്ലേ? അത് നല്ലത്. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യത്തിലും ഓരോ ഈച്ച് ആൻഡ് എവറി പോയിന്റ് അവർ അതിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ഡിസൈന് എനിക്ക് ചില കാര്യങ്ങൾ എൻ്റെ അടുത്ത് മിസ്റ്റേക്സ് ഉണ്ടാവും. അതായത് പറയുമ്പോൾ ഞാൻ പറയുന്ന സമയത്ത് ഇത് അങ്ങനെയല്ല, അതിനപ്പുറത്തേക്കുള്ള കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും എന്റെ മിസ്റ്റേക്സ്. അത് കറക്റ്റ് രീതിയിൽ ടെക്നിക്കൽ രീതിയിൽ അവർ എക്സ്പ്ലെയിൻ ഇഷ്യൂസ് അതിൽ പറയുമ്പോൾ എനിക്ക് മനസ്സിലായി. സോ 2018 മുതൽ എനിക്ക് സാറിന് അറിയാം. സാറ് മാർബിൾ ഗാലറി വന്നിട്ടുണ്ട്. സാറിന്റെ ഇനീഷ്യൽ സ്റ്റേജസിൽ തന്നെ സാറിന് എന്തായിരുന്നു സാറിന്റെ ഒരു മാർബിൾ ഗാലറി ഇഷ്ടപ്പെട്ട്? വൈ ഡിഡ് യു ചൂസ് അസ്? ഒന്നാമത് ഞാൻ ദുബായ് ഈ സെയിം ബിസിനസ് ചെയ്യുന്നതാണ്. അതെ അതെ, കറക്റ്റ്. അപ്പോൾ അവിടെയുള്ള ഒരു ക്വാളിറ്റി, പ്രീമിയം സെഗ്മെന്റിലുള്ള കുറേ ഷോപ്സ്, അതിൻ്റെ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു ഷോപ്സ് ഞാൻ കണ്ടത് മാർബിൾ ഗാലറി. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പം അവിടെ പോയി ഇപ്പോൾ കുറേ ബ്രാൻഡ്സ് തന്നെ ദുബായിൽ, നമ്മൾ ഇറ്റാലിയൻ ബ്രാൻഡ്സ് ആയാലും അങ്ങനെയുള്ള കുറേ ബ്രാൻഡ്സുകൾ ഞാൻ സത്യത്തിൽ ഞാൻ കരുതിയിട്ടില്ല അത് ഇവിടെ കാലിക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും എന്നുള്ളത്. കുറേ സാധനങ്ങൾ ഇവിടെ കാലിക്കറ്റിൽ ഇമ്പോർട്ടഡ് ഐറ്റംസ് അതിൻ്റെ ഡിസ്പ്ലേ ആൻഡ് വെൽ ഡിസ്പ്ലേഡ് ആണ്. അപ്പോൾ അത് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. അതേപോലെ ആർക്കിടെക്ട് നിങ്ങൾ രണ്ടുപേരിനോടും വൈ ഡു യു കീപ് കമ്മിങ് ബാക്ക് ടു മാർബിൾ ഗാലറി? എന്തായിരുന്നു ഞങ്ങളുടെ ഒരു സർവീസ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു മെറ്റീരിയൽസിനെ പറ്റി ഒന്ന് പറയാം. അല്ല, നമ്മൾ അങ്ങോട്ടേക്ക് ക്ലയന്റിന് വിടുമ്പോൾ അത് ഓഫ് കോഴ്സ് നമുക്ക് അറിയാം എന്താണ് ഉദ്ദേശിക്കുന്ന സാധനം അവിടെ അവൈലബിൾ ആയിരിക്കും എന്നുള്ളത്. ഓൾറെഡി ട്രാവൽ ചെയ്യുന്ന ക്ലയന്റ് ആണ്, പ്രീമിയം സാധനങ്ങൾ കണ്ട് അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ്. അത് നമുക്ക് എവിടെ കിട്ടും എന്നുള്ളത് അറിയുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്ത് സജസ്റ്റ് ചെയ്തത് മാർബിൾ ഗാലറി. അവർക്ക് കുറെ കൂടെ ജോബ് കുറയും മാർബിൾ ഗാലറി. താങ്ക് യു. ഈസിലാണ് സെലക്ഷൻ, കുറച്ചും കൂടെ പെട്ടെന്ന് ഈസി ആവും. കാരണം ഏത് സെഗ്മെന്റിലാണെങ്കിലും, ഇപ്പം ഹൈ എൻഡിലേക്ക് പോവാണെങ്കിലും ഒരു മീഡിയം റേഞ്ചിൽ പോവാണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും അവിടെ അവൈലബിൾ. സോ താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു ഇതൊരു ബ്യൂട്ടിഫുൾ ഈവനിങ് ആയിരുന്നു. നിങ്ങളായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയത് ഒരു ഫോർമൽ രീതിയിലും അല്ല. നമ്മൾ ഐ തിങ്ക് വി വർ ഓൾ വെരി ഇൻഫോർമൽ. വളരെ ഒരു ചിറ്റ് ചാറ്റ് ആയിരുന്നു മോർ ദാൻ അല്ലേ? സോ താങ്ക് യു സോ മച്ച്. ആൻഡ് ഐ ഹോപ്പ് സർ നമ്മൾ രണ്ടുപേരും ഒരേ ലെവൽ ഓഫ് ബിസിനസ്സിലുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസ്. അപ്പോൾ ഞങ്ങൾക്കൊരു പ്രിവിലേജ് ആണ് ടു ഹാവ് സപ്ലൈ ടു യു. So that's a great this, and thank you to both of you. ഞങ്ങളെ പിന്നെയും ഞങ്ങൾ ചൂസ് ചെയ്തേന്. Thank you so much. So thank you so much for watching this home tour with us. I totally enjoyed having this beautiful chat with the customer and the architect. I hope you guys enjoyed it too. So till next time. Ta-da!